നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഒരു പാറയുടെ ഉള്ളിൽ തന്നെ കൊത്തിയെടുത്ത ഒരു പുരാതന ശിവക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന്? ശിലകളിൽ മാത്രം എഴുതപ്പെട്ട ഒരു ദൈവകഥ, ചരിത്രവും വിശ്വാസവും രഹസ്യങ്ങളും ഒന്നിക്കുന്ന ഒരു അപൂർവ ദൈവസന്നിധി. ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഗുഹാ ശിവക്ഷേത്രം. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ കുന്നുപോലെ തോന്നുന്ന ഈ സ്ഥലം അകത്തേക്ക് കടന്നാൽ തന്നെ ഒരു അദ്ഭുത ലോകമായി മാറുന്നു. ഇത് നിർമ്മിച്ച ക്ഷേത്രമല്ല, പാറയിൽ കൊത്തിയെടുത്ത ഒരു ഗുഹാക്ഷേത്രമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗുഹാക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. ഒരേ പാറയിൽ നിന്ന് ശ്രീകോവിലും നന്ദിയും ദ്വാരപാലകരും ശില്പികൾ ക്ഷമയോടെ കൊത്തിയെടുത്തതാണ്. ചരിത്രകാരന്മാർ പറയുന്നത് 9-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനുമിടയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതാകാമെന്നാണ്. ഇവിടത്തെ മുഖ്യ ദേവൻ ശിവനാണ്. ശിവനോടൊപ്പം പാർവതിയും ഗണപതിയും ദ്വാരപാലകരും എല്ലാം വിഗ്രഹങ്ങളല്ല, പാറയിൽ തന്നെ ജനിച്ച ദൈവരൂപങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ജീവിക്കുന്ന ശിലാക്ഷേത്രം എന്ന് ചിലർ വിളിക്കുന്നത്. ഐതിഹ്യം പറയുന്നത്, ഒരു മഹർഷി വർഷങ്ങളോളം ഈ ഗുഹയിൽ ധ്യാനം ചെയ്തപ്പോൾ ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിനുശേഷമാണ് ഈ സ്ഥലം ദൈവസന്നിധിയായി മാറിയതെന്നുമാണ്. ഗുഹയ്ക്കുള്ളിൽ കടന്നാൽ പുറത്തെ ലോകത്തിന്റെ ശബ്ദങ്ങൾ അപ്രത്യക്ഷമാകും. കാറ്റിന്റെ സ്പർശവും വിളക്കിന്റെ വെളിച്ചവും മാത്രം. പല ഭക്തരും പറയുന്നു, ഇവിടെ ഇരുന്നാൽ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകുമെന്ന്. കാലം മാറിയാലും രാജാക്കന്മാർ പോയാലും ഈ ശിലാക്ഷേത്രം ഇന്നും അതേ ഭക്തിയോടെ നിലനിൽക്കുന്നു. വലിയ പ്രചാരണമില്ല, വലിയ കൂട്ടക്കാരില്ല. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് ഇതൊരു അപൂർവ ആത്മീയ അനുഭവമാണ്. ഈ ക്ഷേത്രം നമ്മെ പതിപ്പിക്കുന്നത് ഒരേയൊരു കാര്യം, ദൈവം വലിയ ഗോപുരങ്ങളിൽ മാത്രമല്ല, ശാന്തമായ ഒരു പാറയുടെ ഉള്ളിലും നിലകൊള്ളുന്നു. ശബ്ദത്തിലല്ല, നിശ്ശബ്ദതയിലാണ് ദൈവത്തെ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നത്. പാറയിൽ കൊത്തിയെടുത്ത ഒരു ദൈവകഥ, ചരിത്രവും വിശ്വാസവും ഒന്നിക്കുന്ന ഒരു അപൂർവ സന്നിധി. കവിയൂർ ഗുഹാ ശിവക്ഷേത്രം. ഇത്തരം യഥാർത്ഥ കേരള ക്ഷേത്ര രഹസ്യങ്ങൾ അറിയാൻ ക്ഷേത്രരഹസ്യം ചാനൽ പിന്തുടരൂ.